നശിച്ചുപോയ ഡൈനോസേഴ്സ് നാളെ ഈ ഭൂമിയിലോട്ട് തിരിച്ചു വന്നാൽ നമ്മൾ മനുഷ്യന്മാരുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഫിറോസിക്കിനെ കൊണ്ട് ഗ്രില്ല് അടുപ്പിക്കണം, തൃശ്ശൂർ പൂരത്തിന് തിടമ്പ് കൊടുക്കണം എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യും. ബട്ട് ശരിക്കും നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഹായ്, ഐ എം ശരത്. വെൽക്കം ടു 50 Days 50 Story സീരീസ് ഡേ 30. സോ ഞാൻ ഇടുന്ന കോണ്ടന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യും. 6 ടൺ ഓഫ് മസിലും ഒരു ബനാനയുടെ അത്രയും പല്ല് വലിപ്പമുള്ള ഏത് നേരവും ഫുഡ് എന്ന് മാത്രം മൈൻഡിലുള്ള ടീറെക്സ് നമുക്ക് ചുറ്റും ഉണ്ടാവും. ഇനി ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇൻ കേസ് നിങ്ങൾ ഓടി വല്ല കാട്ടിലോട്ട് കയറിയാൽ നിങ്ങൾ ബ്ലിങ്ക് ചെയ്യുന്നതിനേക്കാൾ സ്പീഡിൽ ഓടുന്ന റാപ്റ്റേഴ്സ് അവിടെ ഉണ്ടാവും. സെക്കൻഡുകൾ കൊണ്ട് അത് നമ്മളെ അകത്താക്കും. ഓക്കെ, ലാൻഡും ഫോറസ്റ്റ് ഒന്നും വേണ്ട, വല്ല മൗണ്ടനിൽ കയറി ഇരിക്കാൻ നിങ്ങൾ ചിന്തിക്കുകയേ ചെയ്യരുത്. കാരണം ഒരു ചിറക് മാത്രം ഒരു ബസ്സിന്റെ അത്രയും വലിപ്പമുള്ള ടെറസോറസ് അവിടെ ഉണ്ടാവും. നിങ്ങളെ ചുമ്മാ സ്നാക്സ് കഴിക്കുന്ന പോലെ കഴിക്കും. എത്ര മൈൽ ലോങ് എന്ന് വേണേലും അത് നിങ്ങളെ സ്പോട്ട് ചെയ്യും. പിന്നെ നിങ്ങൾ ഇവരെ എല്ലാവരെയും ഭയന്ന് വല്ല വെള്ളത്തിലോട്ട് എടുത്ത് ചാടിയാൽ അവിടെ മോസസോറസ് ഉണ്ടാവും. നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ഒരു സിംഗിൾ ചാൻസ് പോലും അത് തരൂല. സോ മോറൽ ഓഫ് ദി സ്റ്റോറി ഈസ്, ഡൈനോസേഴ്സ് തിരിച്ചു വന്നാൽ നമുക്ക് അവരെ ഹണ്ട് ചെയ്യാനായിട്ടൊന്നും പറ്റൂല, നമ്മൾ അവർക്കൊരു സ്നാക്സ് ആയിട്ട് മാറും. ബട്ട് ഇവരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു സ്ഥലമുണ്ട്. അത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് കമന്റ് ചെയ്യുക. കറക്റ്റ് ആൻസർ ഞാൻ പിന്നീട് വെക്കാം. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് നിങ്ങൾക്ക് വീണ്ടും കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കാം.